റിപ്പോർട്ടർ പൊളിറ്റിക്കൽ ബിഗ് ബ്രേക്കിംഗിലേക്ക് തന്നെയാണ്. സിപിഐഎം സംഘടനാ റിപ്പോർട്ടർ ലഭിച്ചപ്പോൾ അതിൽ പാർട്ടിയിൽ വിഭാഗീയതയുണ്ടെന്ന് സിപിഐഎം പ്രവർത്തന റിപ്പോർട്ടിൽ പറയുകയാണ്. ആർ റോഷിബാൽ ചേരുന്നുണ്ട്. റോഷിബാൽ, ജില്ലാ സമ്മേളനങ്ങൾക്ക് മുൻപായി തന്നെ പലയിടത്തും നമ്മൾ കണ്ട വിഭാഗീയതകൾ, അതിപ്പോൾ തിരുവനന്തപുരം മംഗലപുരത്താണെങ്കിലും പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലാണെങ്കിലും ഒക്കെ നമ്മൾ പലയിടങ്ങളിലായി കണ്ടു. തിരുവല്ലയിലാണെങ്കിലും കരുനാഗപ്പള്ളിയിലാണെങ്കിലും ഒക്കെ പലയിടത്തും ചീറ്റി പൊട്ടിയ ഇത്തരത്തിലെ വിഭാഗീയതകൾ ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു. പലതരം പ്രയോഗങ്ങൾ ആ റിപ്പോർട്ടിൽ തന്നെ കാണുമ്പോൾ ഇത് ഏത് തരത്തിലാണ് പ്രതിഫലിക്കുക? റോഷി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ കരുനാഗപ്പള്ളിയിലെ CPM ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട വലിയ വിഭാഗീയത, അത് തർക്കങ്ങളിൽ ചെന്ന് അവസാനിച്ചത്, ഇതൊക്കെ കൃത്യമായി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പുറത്തുവിട്ട വിവരങ്ങൾ ആ ഭാഗത്തിന് തൊട്ടു മുകളിലാണ് ഈ കരുനാഗപ്പള്ളി ഏരിയയിലെ സമ്മേളനവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ പാർട്ടി ജില്ലാ നേതൃത്വം ഇടപെട്ടതും പിന്നീട് ആ ഇടപെട്ടതിന് ശേഷം ഒരു പരിഹാരമുണ്ടാക്കിയത് അവിടെ ഏരിയ സമ്മേളനം നടത്തേണ്ടതില്ലെന്നാണ്. അത് പാർട്ടിയുടെ പ്രവർത്തകർ മുഴുവൻ അത് സ്വീകരിച്ചു. അതിന്റെ തെളിവാണ് അവിടെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ വിജയം എന്ന വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സാഹചര്യത്തിലും ഈ ഭിന്നത അല്ലെങ്കിൽ വിഭാഗീയതയോട് വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന കൃത്യമായ സന്ദേശമാണ് CPM സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിലുള്ളത്. കാരണം നേരത്തെയുള്ള ഒരു വലിയ വിഭാഗീയത പ്രവണതകൾ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞു എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ പോലും ചില ഇടങ്ങളിൽ പ്രാദേശികമായ ചില പ്രശ്നങ്ങളുടെ പേരിൽ വിഭാഗീയത മുള പൊട്ടുന്നു എന്നതാണ് സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അത് തുടക്കത്തിൽ തന്നെ ഇല്ലാതാക്കാനുള്ള തീരുമാനമാണ് സംസ്ഥാന നേതൃത്വം എടുത്തത്. കാരണം നമുക്കറിയാം, ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ ഒരു തുടർ ഭരണത്തിന് സംസ്ഥാനത്ത് വഴിയൊരുങ്ങിയതാണ്. ഇനി മൂന്നാം വട്ടം LDF സർക്കാർ അധികാരത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഹളം മുഴക്കിയാണ്, തുടർഭരണം എന്ന കാഹളം മുഴക്കിയാണ് CPM സംസ്ഥാന സമ്മേളനം 3 പതിറ്റാണ്ടിന് ശേഷം കൊല്ലത്ത് വേദിയാകുന്നത്. ഈ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട തന്നെ തുടർഭരണമാണ്. അതിനുവേണ്ടിയുള്ള പല തന്ത്രങ്ങൾ ചർച്ച ചെയ്ത് ആവിഷ്കരിക്കും. അതുകൊണ്ട് ഈ റിപ്പോർട്ടിൽ, സംഘടനാ റിപ്പോർട്ടിൽ പറയുന്ന വിഷയങ്ങൾ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രാധാന്യത്തോടെ പാർട്ടിക്കകത്ത് കൃത്യമായ ഐക്യമില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കിയാണ് ഇപ്പോൾ നേതൃത്വം ഈ വിഭാഗീയത പൂർണ്ണമായും ഇല്ലാതായിട്ടില്ല എന്ന് കൃത്യമായി പറയുന്നത്. വിഭാഗീയത ഉണ്ടെന്ന് സമ്മതിക്കുകയും അതിന് എങ്ങനെ പരിഹാരം കാണണമെന്ന് നിർദ്ദേശിക്കുന്നു എന്നതാണ്. സംസ്ഥാന നേതൃത്വം തന്നെ, സംസ്ഥാന സെൻട്രലിലെ നേതാക്കൾ തന്നെ താഴോട്ടേക്ക് ഇറങ്ങി വരണം, ജില്ലാ നേതൃത്വത്തിലേക്ക് വരണം. എന്നിട്ട് അവിടെ എന്താണ് പ്രശ്നങ്ങൾ ഉള്ളതെന്ന് മനസ്സിലാക്കണം. പരാതികളുണ്ടെങ്കിൽ ആ പരാതിയോട് കൃത്യമായി പരിശോധിക്കണം. അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് കണ്ടെത്തുകയും അതിൽ ഒരു തീരുമാനമെടുത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കണം. മാത്രവുമല്ല, ഈ സമ്മേളനങ്ങളുടെ ഭാഗമായി പലയിടങ്ങളിൽ വിഭാഗീയതയുടെ ഭാഗമായിട്ടൊക്കെ പലരെയും ഒഴിവാക്കിയെന്ന പരാതികൾ ജില്ലാ സംസ്ഥാന നേതൃത്വത്തിന്റെ മുന്നിലെത്തിയിട്ടുണ്ട്. ഈ പരാതികൾ പരിശോധിക്കണം. അങ്ങനെ ആരെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചെടുക്കണം എന്ന നിർദ്ദേശം കൂടി നേതൃത്വം ഈ സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഏതായാലും ഇനി അങ്ങോട്ട് CPM പ്രധാനമായും സംഘടനക്കകത്ത് ഏതെങ്കിലും തരത്തിൽ വിഭാഗീയത ഉണ്ടെങ്കിൽ ആ വിഭാഗീയത പരിഹരിക്കാൻ അത് സെക്രട്ടേറിയറ്റിലെ തന്നെ നേതാക്കൾ എത്തുന്നു എന്നാണ് ഇതിന്റെ പ്രധാനപ്പെട്ട. സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാക്കൾ തന്നെ ആ വിഷയത്തിൽ ഇടപെടേണ്ടി വരും എന്നതാണ് ഇതിലൂടെ നമുക്ക് വിലയിരുത്താൻ കഴിയുക. ഏതായാലും സംഘടനക്കകത്ത് ഇനി വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം തന്നെയാണ് CPM നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. കാരണം നേരത്തെ സമ്മേളനത്തിന്റെ ഘട്ടങ്ങളിൽ, നേരത്തെ റോഷ്നി പറഞ്ഞതുപോലെ ഏരിയ സമ്മേളനത്തിന്റെ ഘട്ടങ്ങളിലാണ് ഈ വിഭാഗീയത വല്ലാതെ പ്രകടമായത്. പക്ഷേ അത് ജില്ലാ സമ്മേളനങ്ങളിൽ അങ്ങനെ പ്രകടമായിരുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ CPM ഏറ്റവും വലിയ വിഭാഗീയത ഉണ്ടായിരുന്ന സമയത്ത് പാർട്ടി നേതൃത്വം അങ്ങനെ വല്ലാതെ വെട്ടിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യമൊന്നും ഈ കഴിഞ്ഞ സമ്മേളനങ്ങളിൽ അത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആ കാര്യം കൂടി അങ്ങനെ പറയുന്നത്. പക്ഷെ എന്നാൽ പോലും ഏരിയ സമ്മേളനങ്ങളിലുണ്ടായ പ്രശ്നങ്ങൾ, അത് ഈ ഭിന്നത പൂർണ്ണമായും ഇല്ലാതായിട്ടില്ല എന്നതിന്റെ തെളിവായി തന്നെ പറയുന്നു. അതിൽ ഈ പ്രശ്നങ്ങളുണ്ടായ സ്ഥലങ്ങൾ ഏതാണെന്ന് കൃത്യമായി പറയുകയും അവിടെ എങ്ങനെയാണ് ഇടപെട്ട് പരിഹാരമുണ്ടാക്കിയെന്ന് കൂടി ഈ സംഘടനാ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. അത് ഈ കരുനാഗപ്പള്ളിയിൽ നമ്മൾ കണ്ടതാണ്. അവിടെ വലിയ സംഘർഷം വരെ ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ഏരിയ സമ്മേളനം തന്നെ ഉപേക്ഷിക്കുകയും ചെയ്തത്.
പക്ഷേ അവിടെ പരിഹാരം ഉണ്ടാക്കിയെന്ന് CPM സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നു. പരിഹാരം ഉണ്ടാക്കിയത് മാത്രമല്ല, ആ പരിഹരിച്ച വിഷയം അത് ഏതു തരത്തിലാണ് പരിഹാരം ഉണ്ടാക്കിയത്, അത് CPMന്റെ പ്രവർത്തകർ അത് ഏറ്റെടുത്തു, അത് അവർ അംഗീകരിച്ചു. അതിന് തെളിവായി നേരത്തെ പറഞ്ഞതുപോലെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലെ വിജയം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. ഏതായാലും ഈ സംസ്ഥാന സമ്മേളനം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് തുടർ ഭരണത്തിന് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കമാണ്. അതുകൊണ്ട് തന്നെ സംഘടനകത്ത് കൃത്യമായി ഐക്യം നിലനിർത്തുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് CPM മുന്നോട്ടു പോകുന്നത്. അതിന്റെ തെളിവായി തന്നെ നമ്മൾ കാണേണ്ടി വരും ഈ വിഭാഗീയത പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളെ. റോഷി.